നമസ്കാരം ചങ്ങളെ, നമസ്കാരം ദോസ്തോ. അപ്പോൾ ബത്തുക ജേണിയുടെ രണ്ടാം പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പാർട്ട് 2 ബത്തുക ലുലു ആണ് ചെയ്യണമെന്ന് കേട്ടോ. ഇതാണ് ബത്തുക ലുലു. ബത്തുക ലുലുലോട്ട് ഞാൻ വാഹനത്തിലാണ് പോയത്. വിശാലമായ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ താഴെ ഭാഗം. അങ്ങനെ ഞാൻ വാഹനം പാർക്ക് ചെയ്ത് മുകളിലോട്ട് പോയത്. ഈ ബത്തുക എന്ന് പറയുന്നത് നല്ല പഴയ ഓൾഡ് മാർക്കറ്റാണ്. വളരെ സ്ഥലം പരിമിതിയുള്ള സ്ഥലമാണ് കേട്ടോ. എങ്കിലും അവിടെ നല്ല വിശാലമായിട്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ലുലു മാൾ യൂസഫ് അലി സാറോ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ വാഹനം പാർക്ക് ചെയ്തിട്ട് നേരെ മുകളിലോട്ടാണ് കേട്ടോ പോയത്. 2 നിലകളിലായിട്ടാണ് ഈ ലുലു ഇവിടെ ഉള്ളത് കേട്ടോ. ഒരുപാട് പ്രവാസികളുണ്ട് കേട്ടോ. നല്ല ഫ്രൈഡേ ആയതുകൊണ്ടാണ് തോന്നുന്നത്, നല്ല തിരക്കാണ്. ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച കേട്ടോ. നല്ല മനോഹരമായ കാഴ്ചയാണ്. എന്തായാലും ഒരു പ്രാവശ്യം വന്നാൽ പിന്നെയും പിന്നെയും വരാൻ തോന്നും കേട്ടോ. പ്രവാസികൾക്കും തന്നെ ഒന്ന് പർച്ചേസ് ചെയ്യാനും ഒന്ന് ചുറ്റിക്കറങ്ങാനും ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ബത്തുക ലുലു കേട്ടോ. ഇവിടെ അറബികളുണ്ട്, എന്നാലും കൂടുതൽ പ്രവാസികളാണ്, അജ്നബികളാണ് വന്നു പോകാറ് കേട്ടോ. ഇവിടെ ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ ലുലുവിൻ്റെ സ്റ്റോറും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. മൊബൈൽ ആക്സസറീസ്, അതേപോലെ തന്നെ ഫുഡ് വെയർ, അതേ മറ്റുള്ള ടോയ്സ് കാര്യങ്ങൾ, ക്ലോത്ത് കാര്യങ്ങളൊക്കെയാണ് മുകളിലെ നിലയിൽ കേട്ടോ. ഇതാണ് ഇതിൻ്റെ താഴോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ച. 2 ഭാഗത്തും എക്സിലേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴോട്ട് നോക്കുമ്പോൾ എക്സിലേറ്ററിൻ്റെ അടിയിലോട്ടുള്ള സ്റ്റെപ്പ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ വിശാലമായ ബാത്റൂം, പ്രയർ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തിരക്കാണ്, നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതാണ് മുകളിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ കാഴ്ച. ഈ സ്റ്റോറിലൊക്കെ നല്ല ബിഗ് സെയിൽ നടക്കുന്നുണ്ട്. നല്ല തിരക്കാണ് അതിൻ്റെ ഉള്ളിലൊക്കെ കേട്ടോ. കണ്ടോ, നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള നല്ല പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. ഒരുപാട് ആളുകളുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള ആളുകളൊക്കെയാണ് കൂടുതലുള്ളത്. ഇതൊക്കെ മറ്റുള്ള സ്റ്റോറുകളും ഇതിൻ്റെ മുകളിലുണ്ട്. ലുലുവിൻ്റെ ആയിട്ടുള്ളത് സ്റ്റോർ ഈ കാണാണ് ലുലുവിൻ്റെ സ്റ്റോർ. ഇതിന് 2 ഡോറാണ്, അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട് കേട്ടോ. പിന്നെ ലുലുവിൻ്റെ അല്ലാത്ത വേറെ കടകളും ഒത്തിരി കടകളുണ്ട് കേട്ടോ. ഇലക്ട്രോണിക്സിൻ്റെ കടകളൊക്കെ മേലെ, ക്ലോത്ത് കടകൾ, ക്ലോത്തിൻ്റെ കട, ഇലക്ട്രോണിക്സിൻ്റെ കടയൊക്കെ തന്നെ മേലെ നിലയിൽ ഒരുപാട് വേറെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മുകളിലൊക്കെ ചുറ്റിക്കറങ്ങി അടിച്ച് താഴോട്ട് ഇറങ്ങി പോവാണ്. എസ്കലേറ്റർ വഴിയാണ് താഴെ ഇറങ്ങുന്നത് കേട്ടോ. നമ്മൾ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങുമ്പോൾ കുറേ പേര് മേലോട്ട് വരുന്നുണ്ട്. പിന്നെ അവിടെയൊക്കെ ഇതിൻ്റെ ഭാഗം, ഈ കോമ്പൗണ്ടിൻ്റെ ചുറ്റു സൈഡിലും ഇരിപ്പിടങ്ങളുണ്ട്. അവിടെയൊക്കെ നോക്കി കാണാൻ കണ്ടോ ആളുകൾ ഇരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കറങ്ങി അടിച്ച് ഒന്ന് ക്ഷീണം വരുമ്പോൾ അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ താഴത്തെ നിലയിൽ കാര്യമായിട്ട് ഓരോ ചെറിയ ചെറിയ കൗണ്ടറുകളായിട്ട് ഇട്ടിട്ടുള്ളത് വാച്ച് കടകൾ, സ്പ്രേ കടകൾ, അത്തറിൻ്റെ സ്പ്രേൻ്റെ ഒക്കെ കടകൾ, വാച്ച് കടകളൊക്കെയാണ്. മൊബൈൽ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചെറുകിട കൗണ്ടറുകളായിട്ടുള്ള കച്ചവടം ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ പല ജാതി ബിസിനസ്സുകളുണ്ട്. സിമ്മ് വിൽക്കുന്ന കടകളുണ്ട്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ. ആളുകളിങ്ങനെ അടിച്ച് കയറുകയാണ്. ഇവിടെ കാണുന്ന പോലെയല്ല, അങ്ങോട്ട് അപ്പുറത്തൊക്കെ ജനങ്ങൾ തിരക്കി കയറുകയാണ് കേട്ടോ. അതേപോലെ ഇതിൻ്റെ ബാക്ക് 2 ഡോറാണ് ഇതിനുള്ളത്. ബത്തുകാൻ്റെ മെയിൻ റോഡിൽ നിന്നൊരു ഡോറും ബാക്ക് സൈഡിൽ നിന്നൊരു ഡോറുണ്ട് കേട്ടോ. ഈ ധീര ഭാഗത്തു നിന്ന് വരുന്നൊരു ഡോറുണ്ട്. ധീര ഭാഗത്തു നിന്ന് വരുന്ന ഡോറ് തിരക്ക് കമ്മിയായിരിക്കും, കൂടുതലും മെയിൻ ഡോറിലാണ് തിരക്ക്. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ജ്വല്ലറികളുടെ ഏരിയകൾ, പിന്നെ അതേമാതിരി പിന്നെ ലുലുവിൻ്റെ സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇനിയും കാണാൻ കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണേ, എന്നാലേ തുടർന്നും വീഡിയോകൾ കിട്ടും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.